മേഘങ്ങൾക്കിടയിലൂടെ മൂടൽ മഞ്ഞുകൾ കൊണ്ട് നിറഞ്ഞ റോഡിലൂടെ ഞാൻ കയറുമ്പോൾ എന്നെ കാത്തിരിക്കുന്നത് ഒരു വലിയ സ്വപ്നലോകമായിരുന്നു. വളവുകൾ നിറഞ്ഞ റോഡുകൾ, കാടിൻ്റെ ശബ്ദങ്ങൾ, തണുത്ത കാറ്റ്, ഇവയൊക്കെ എന്നെ വീണ്ടും വീണ്ടും ആകർഷിച്ചുകൊണ്ടിരുന്നു. മലമുകളിൽ മേഘങ്ങൾ മെല്ലെ ഒഴുകി, ചായത്തോട്ടങ്ങൾ പച്ച നിറത്തിലുള്ള ഒരു വലിയ പുതപ്പ് പോലെ മലകളെ മൂടിയിരുന്നു. 6 വർഷം മുമ്പ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ചെറിയ സ്വപ്നം ഇന്നൊരു യാത്രയെ നിങ്ങളിലേക്ക് എത്തുകയാണ്. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ മനസ്സിന് ആശ്വാസം നൽകുന്ന നിമിഷങ്ങൾ, പ്രകൃതിയുടെ സൗന്ദര്യം, ഓരോ യാത്രകളുടെയും കഥകളും ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. ഈ ചാനലിലെ ആദ്യത്തെ യാത്ര ഞാൻ തിരഞ്ഞെടുത്തത് മേഘങ്ങളെ ചേർത്ത് പിടിക്കുന്ന, കാറ്റുകൾ കഥ പറയുന്ന കേരളത്തിൻ്റെ മനോഹരമായ ഹിൽ സ്റ്റേഷനായ പൊന്മുടി. ഓരോ മൂടൽ മഞ്ഞിനും പിന്നിൽ ഒരു പുതിയൊരു അനുഭവം, ഓരോ നിമിഷവും ജീവിതം വീണ്ടും പ്രണയിക്കാൻ പഠിപ്പിക്കുന്ന ഒരിടം. ഈ ചാനലിൽ വെറും യാത്രകൾ കാണിക്കാൻ മാത്രമല്ല, ഓർമ്മകൾ സൃഷ്ടിക്കാനും മനസ്സുകൾ ബന്ധിപ്പിക്കാനും ജീവിതത്തിൻ്റെ ചെറിയ സന്തോഷങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുവാനും. ഈ യാത്രയുടെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ കുടുംബത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇത് തുടക്കമാണ്. ഇനിയും ഒരുപാട് വഴികളും ഒരുപാട് കഥകളും ഒരുപാട് മനോഹര നിമിഷങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. എൻ്റെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ ആക്ച്വലി ഒരു പെറ്റ് ലവറാണ്. അതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ കുറേ നേരം കൊഞ്ചിച്ചു കൊണ്ടിരുന്നു. ലൂഫി കുൽഫി എടുക്കട്ടെ? നീ വന്നാ ഉണക്കം നടത്തിയെന്നാ അവിടുന്ന് ഞാൻ മാത്രമാണ് ഓടിയിരുന്നു. അങ്ങനെ നീണ്ട 2 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞു ഞാൻ പൊന്മുടിയിലെത്തി. ഇവിടുത്തെ ടോപ്പിലെത്തുമ്പോൾ തന്നെ ഒരുപാട് തട്ടുകടലുണ്ടാവും. അവിടെ നിന്ന് നല്ല ചൂട് കട്ടനും കുടിച്ച് മലനിരകളെ നോക്കി നിൽക്കാൻ എന്തു ഭംഗിയാണെന്നറിയാവും. അവിടെ നിന്നിറങ്ങി ഞാൻ ആദ്യം പോയത് പൊന്മുടിയിലെ ഒരു ഹിഡൻ സ്പോട്ടിലായിരുന്നു. ഈ ചെറിയ അരുവി ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, ഇപ്രാവശ്യം പതിവില്ലാതെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഈ ക്ലൈമറ്റ് ആയതുകൊണ്ടാകാം. ഗൈസ്, ഇതാണ് നമ്മുടെ പൊന്മുടി.
ഇത് ദീപക്. നീ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കടാ. ഈ ഗ്യാപ്പിൽ വാ, ഞാൻ നിന്നെ ഫോക്കസ് ചെയ്തുതരാം. എവിടെ നീ? യെസ്, ഇതാണ് ദീപക്. ഹായ് പറയ്. ആ പോ. അവിടെയൊക്കെ നിൽക്കുന്നത് ആൾക്കാരാണ്. കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കിനി അങ്ങോട്ട് പോകും. ഇതാണ് ഫേവറേറ്റ് സ്പോട്ട്. ഗൈസ്, ഇതാണ് ഞാൻ പൊന്മുടിയിൽ വന്ന് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. എത്ര വർഷം മുമ്പ് ഞാൻ വന്നിട്ടുള്ളത്, എത്ര വർഷം മുമ്പ്. ഇപ്പോഴും ഈ മല ഇങ്ങനെ തന്നെ ഉണ്ട്. കുറച്ച് നടന്ന് കാണാൻ വരാൻ. ഇങ്ങനെ കയറി ഇവിടെ ഇറങ്ങി, ഇവിടെ ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഓക്കെ. പുറകെ ലേക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്റ്റെപ്പ് കൊണ്ട് താഴോട്ടിറങ്ങാം. ഞാൻ ക്യാമറ ദീപകിനെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറയാം. ഹായ്, എൻ്റെ പേര് പ്രസാദ്. ഞാനിപ്പോൾ പൊന്മുടിയിലാണ്. ആക്ച്വലി എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയായിരിക്കും. എനിക്കൊരു പഴയൊരു ചാനലുണ്ടായിരുന്നു, ഫ്രം ടി വി. അത് 4 വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് അത് എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അതിൻ്റെ ആക്സസ് മുഴുവനും പോയി. അപ്പോൾ ഞാനൊരു പുതിയൊരു വ്ളോഗിങ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ബേസിക്കലി ഞാൻ ട്രിവാൻഡ്രംകാരായതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്ത് നമ്മൾ എവിടെ കറങ്ങാൻ പോകാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം വരുന്നത് പൊന്മുടിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക പേര്. യെസ്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗും ഞാൻ പൊന്മുടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ മാക്സിമം എന്താ പറയുക, ട്രാവലിംഗ് ആയിട്ട് എൻഗേജ് ആവാതിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്നെ അറിയുന്നുള്ളവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളങ്ങ് ഏറ്റെടുക്കുക. ഓക്കെ, താങ്ക് യു. വസ്സലാം. ഗൈസ്, അപ്പോൾ നമ്മളെ റേഞ്ച് കേട്ടോ. അപ്പോൾ കയറ്റി വിടുകയാണ് ചേട്ടൻ. സമയമായതുകൊണ്ട് കയറ്റി വിടുകയാണ്. ഒന്നും കാണാൻ വയ്യ. ഇറക്കി നമ്മുടെ ഗാർഡ് പറയുന്നത് നമ്മൾ കേൾക്കുക. ആ കേട്ടോ, കാരണം നമ്മൾ നല്ലതായിരിക്കും പറയുന്നത്. ഓക്കെ, മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാര് മഞ്ഞല്ലേ ദീപൊക്കെ. ഓ, ഇപ്പം വഴിയൊന്നും കാണാൻ വയ്യ. ചേട്ടൻ പറഞ്ഞത് വഴി തെളിഞ്ഞ് കിടപ്പുണ്ട്, ആ വഴി കൂടെ പോയാൽ മതി എന്നാണ്. സോ നമ്മളങ്ങനെ വഴി കൂടെയാണ് പോകുന്നത്. പെട്ടെന്ന് മഞ്ഞ് കൊണ്ട് മാറി നേരെ സ്ഥലം കാണാൻ പറ്റും. പെട്ടെന്ന് അതിൽ മഞ്ഞ് വരും. ഇതാണ് ഇവിടെ പൊന്മുടി. പിന്നെ ഇതേപോലെ പാട്ടിട്ട് കുറേ ഊളുകൾ വരും. മാക്സിമം ഈ പാട്ടൊന്നും ഇടാതെ നമ്മളിവിടെ വരുന്നത് എന്തിനാണ്? ഇത്തിരി മനസ്സമാധാനത്തോടെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇപ്പോഴത്തെ കുറേ പിള്ളേരുകൾ വരും, പാട്ടും ഇട്ട് ഡാൻസും കളിച്ച് ആരെ കാണിക്കാനൊന്നും അറിയില്ല. ഓക്കെ, അല്ല ആർക്ക് വേണ്ടി എന്താണെന്ന് അറിയത്തില്ല അവന്മാർ ഈ പാട്ട് വയ്ക്കുന്നത്. ഇതാ ഇപ്പം മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക, ഒന്നും കാണാൻ പറ്റില്ല. അല്ല ദീപക്കെ ഒന്നും കണ്ടു. ആ സൂപ്പർ ചേട്ടാ, വഴി തെറ്റി പോവല്ലേ, വഴി കൂടെ വായോ. കുറേ ചേട്ടന്മാര് വഴിയൊക്കെ മാറി മാറി പോവാ. ഇവന്മാരെന്തിനാ ഈ പാട്ടൊക്കെ ഇടുന്നത് ഇവിടെ? അതിൻ്റെ ഡാൻസ് കളിക്കാൻ
നമ്മൾ രാവിലെ 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ലല്ലേ 12 മണിക്കല്ലേ? ഇവിടെ 2-3 മണിയായപ്പോൾ ഇവിടെ എത്തി. ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര തിരക്ക്. ഇവിടെയൊക്കെ വരാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. പൊന്മുടിയിൽ ക്ലൈമറ്റ് കണ്ടില്ലേ, ഒരു രക്ഷയില്ല. ഹലോ പൊന്മുടി. ഈവൻ സമയം എത്രയാടാ? 5:30 ദിസ് ഈസ് പൊന്മുടി. ഒന്നും കണ്ടൂടാ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ വാച്ച് ടവറിൽ കയറി നോക്കാം. പക്ഷെ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. വെറുതെ കയറി നോക്കാം. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നല്ല വ്യൂ ഉണ്ട്. വാച്ച് ടവറിൻ്റെ അവിടെ എത്താറായി. പക്ഷേ ഉൾമഞ്ഞ്, ഒന്നും കണ്ടൂടാ. എന്നെ കാണാമോ നിങ്ങൾക്ക്? അടുത്തേക്ക് ആരെയും കാണില്ല. തൊട്ടപ്പുറത്ത് ആൾക്കാരുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം അവിടെ മുഴുവനും മൂടി കിടക്കും. മേലോട്ട് വരണുണ്ട്, പക്ഷെ മേലെ ആൾക്കാരെ കാണില്ല. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വാച്ച് ടവർ കണ്ടുപിടിച്ച് മേലെ വന്നപ്പോഴത്തേക്കും ഇവിടെയും ഫിസിലടിച്ച് നമ്മളെ താഴോട്ട് വിടുകയാണ്. ഒന്നും കാണാൻ വയ്യ. ഒരു വഴി മാത്രമുണ്ട്. ഈ വഴി നോക്കി എടാ വാ, എന്നാൽ ജസ്റ്റ് കയറി വെക്കാം. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാം. ഓക്കെ. ആരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റോട്ട് കയറാൻ പോകുന്നുണ്ടേ, പക്ഷെ ഒന്നും കണ്ടുകൂടാ. വഴി മാത്രമേ ഉള്ളൂ. ചിലരൊക്കെ പറയുന്നുണ്ട് ഇടുക്കി, വാഗമൺ, ഊട്ടിയൊക്കെ പോലെ പൊന്മുടി. ഐ പ്രൗഡ് ഓഫ് യു. സൂപ്പർ കാറ്റ്. അല്ല, ജാക്കറ്റ് ഇങ്ങനെ പൊക്കി അപ്പോഴേ കാറ്ററിയാൻ പറ്റുള്ളൂ. വേണ്ട. ഓക്കെ. ഞാൻ കാട് ചെയ്ത് വിളിക്കും. പൊന്മുടിക്ക് പല മുഖങ്ങളുണ്ട്. അതിലൊരു മുഖമാണ് ഇത്. ഒരു മഞ്ഞ ഒന്നും കാണാൻ പറ്റില്ല. കേട്ടാ, നമ്മളിറങ്ങുന്നു. നമ്മളിവിടുത്തെ ലൈഫിൽ പറയുന്നത് അക്ഷരമൃതി കേൾക്കണം. നമ്മളെ നല്ല നേടിയിട്ടാണ് പറയുന്നത്. ഒന്നും കണ്ടൂടാ. ഇതാണ് അവസ്ഥ. ഇതാണ് ഇപ്പോഴത്തെ പൊന്മുടിയുടെ അവസ്ഥ. ഒന്നും കണ്ടൂടാ. ലൈറ്റായിട്ട് മഞ്ഞുണ്ട്, മഴയുണ്ട്. മഞ്ഞ് മീൻസ് കോട ഉണ്ട്. എന്താ പറയാ, ഇതൊക്കെയാണ് പൊന്മുടി. അങ്ങനെ നമ്മൾ പൊന്മുടി ഹിൽസ് എല്ലാം കയറി ഇറങ്ങി
ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെയാണ് എൻ്റെ ബൈക്ക് വെച്ചിരുന്നത്. ഇവിടെ ഫുള്ള് മഞ്ഞ്, ഒന്നും കാണാൻ വയ്യ. സോ മഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കാരണം വണ്ടി ഓടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഫോനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. എന്താ ഒന്നും കാണാൻ പറ്റുന്നില്ല, അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണില്ല. അതാണ് ഇപ്പോൾ പൊന്മുടിയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സോ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ മൺസൂണിനകത്ത് തന്നെ വരിക. അപ്പോഴേ നിങ്ങൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പാട്ടിട്ടുകൊണ്ട് പോവുക. ഇവിടെ വരുന്നത് ആക്ച്വലി സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. വീട്ടിലെ കമ്പനിയിലെ ഫ്രസ്ട്രേഷനായ കാരണം ഒക്കെ അല്ലേ നമ്മളിവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും പോയി